ശ്രീ ജ്യോതികുമാർ ചാമക്കാല നേരത്തെ ശ്രീ ടി പി ജയേന്ദ്രൻ ഉന്നയിച്ചതിൽ പ്രസക്തമായ ഒരു കാര്യമുണ്ട്. PM ശ്രീ പ്രശ്നം. PM ശ്രീയിൽ കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിൽ ഏറ്റുമുട്ടൽ നടക്കുമ്പോൾ ഏതൊക്കെ സംസ്ഥാനങ്ങളാണ് ഏറ്റുമുട്ടുന്നത്? ഒന്ന് പശ്ചിമ ബംഗാൾ, 2 തമിഴ്നാട്, 3 കേരളം. ഇനി സർവകലാശാല ചാൻസലർമാരുമായി ബന്ധപ്പെട്ട്, ഗവർണർമാരുമായി ബന്ധപ്പെട്ട് സർക്കാരുകൾക്ക് ഫൈറ്റ് ഉള്ളത് ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ്? അതും ഈ 3 സംസ്ഥാനങ്ങളിലാണ്. അപ്പോൾ പിണറായി വിജയനും MK സ്റ്റാലിനും മമതാ ബാനർജിക്കുമാണ് ഈ ഗവർണർമാർ യൂണിവേഴ്സിറ്റികളെ നിയന്ത്രിക്കുന്നു എന്ന നിലയ്ക്ക് പ്രശ്നമുണ്ടാവുന്നത്, ക്ലാഷ് ഉണ്ടാവുന്നത്. PM ശ്രീയുടെ കാര്യത്തിലും അത് അങ്ങനെയായിരുന്നു. എന്തുകൊണ്ടാണ് ഇന്ത്യ മഹാരാജ്യത്ത് കോൺഗ്രസ് മുഖ്യമന്ത്രിമാരുള്ള സംസ്ഥാനങ്ങളിലൊന്നും ഈ ക്ലാഷും പ്രശ്നമൊന്നും ഇല്ലാത്തത്? നിങ്ങൾ ഇവിടെ ഡീലാണല്ലോ ആരോപിക്കുന്നത്. നോക്കൂ, ഇത്തരം PM ശ്രീ വിഷയവുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ഈ വൈസ് ചാൻസലർമാർ ഗവർണറുടെ ഇടപെടലിനെ സംബന്ധിച്ചുമൊക്കെ ദേശീയ തലത്തിൽ ഫൈറ്റ് നടക്കുന്നത്, BJPയുമായി ഫൈറ്റ് നടത്തുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണെന്ന് ഞാൻ താങ്കൾ പ്രത്യേകം പറയേണ്ടതില്ല. പിന്നെ താങ്കൾ മുമ്പ് പറഞ്ഞ ആ ലിസ്റ്റിലേക്ക് എങ്ങനെയാണ് ശ്രീ പിണറായി വിജയനെ ഉൾപ്പെടുത്തുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇതെന്ത് സർക്കാർ എന്ന് ചോദിച്ചത് ഇടതുപക്ഷത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ കക്ഷിയായ CPIയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. അങ്ങനെ ചോദിക്കാനിടയായ സാഹചര്യം നമുക്കറിയാം. PM ശ്രീ പദ്ധതിയിൽ ആരോരും അറിയാതെ ക്യാബിനറ്റ് പോലും തീരുമാനം. ഇവിടെ എന്താ, ഇടതുപക്ഷത്തിൻ്റെ പ്രഖ്യാപിത നയം, ആ നയം നിലനിൽക്കെ തന്നെ, എനിക്ക് എക്കോ വരുന്നുണ്ട്, ആ നയം നിലനിൽക്കെ തന്നെ ഇത്തരത്തിൽ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടതുമായി ബന്ധപ്പെട്ട വിവാദമാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. ഒന്ന്. രണ്ടാമത്തേത്, ഇപ്പോൾ ഈ വൈസ് ചാൻസലർമാരുടെ നിയമനം, ഇപ്പോൾ എന്താ അരുൺകുമാർ പറയുന്നത്, സുപ്രീം കോടതി വരെ പോയി. സുപ്രീം കോടതിയിൽ തിരിച്ചടി ഉണ്ടാകുന്ന ബോധ്യമായപ്പോൾ ഞങ്ങൾ കോംപ്രമൈസ് ചെയ്തു. അങ്ങനെ സുപ്രീം കോടതിയിൽ നിന്ന് തിരിച്ചടി ഉണ്ടാകുമെന്ന് അറിഞ്ഞെങ്കിൽ പിന്നെ നിങ്ങൾ പോകേണ്ടതില്ലായിരുന്നു, ഇത്രയും സമയം കളയേണ്ടതില്ലായിരുന്നല്ലോ. മാത്രമല്ല, ഈ 2 സർവകലാശാലകളുടെ താൽക്കാലിക വൈസ് ചാൻസലർമാരെ നിയമിക്കുന്ന കാര്യത്തിൽ മാത്രമാണ് സർക്കാരിൻ്റെ പാനൽ വേണ്ടത്. നിങ്ങൾ സ്ഥിരം വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നില്ല. കാര്യം എന്താ? ഗവർണർ സംഘപരിവാറുകാരായ അധ്യാപകരെ വൈസ് ചാൻസലർമാരാക്കും എന്ന ഭയത്തെ തുടർന്നാണ് നിങ്ങൾ നടത്താത്തതെന്ന് പറയുന്നു. ഈ സംസ്ഥാനത്ത് ഞാൻ സൂചിപ്പിച്ചതുപോലെ 14 സർവകലാശാലകളുള്ളതിൽ ഒരിടത്തൊഴികെ ബാക്കി 13 സർവകലാശാലകളിൽ ഇപ്പോൾ തർക്കം നിൽക്കുന്ന 2 സർവകലാശാലകൾ മാറ്റിവെച്ചാൽ ബാക്കി 13 സർവകലാശാലകളിലും താൽക്കാലിക വൈസ് ചാൻസലർമാരെ തീരുമാനിക്കുന്നത് ഇപ്പോഴും ഗവർണറാണ്. ആക്റ്റിൽ സർക്കാരിൻ്റെ ഒരു അഭിപ്രായവും തേടേണ്ടതില്ല എന്നിരിക്കെ 1-2 സർവകലാശാല ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ഗവർണർക്ക്, ചാൻസലർക്ക് സ്വമേധയാ വൈസ് ചാൻസലർമാരെ തീരുമാനിക്കാമെന്നിരിക്കെ സ്ഥിരമായാലും താൽക്കാലികമായാലും ഇപ്പോൾ വൈസ് ചാൻസലർമാരെ തീരുമാനിച്ചിരിക്കുന്നത് ഗവർണറാണ്. എന്നാൽ നിങ്ങൾ ഈ സെർച്ച് കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത്, അപ്പോൾ ഗവർണർ തീരുമാനിക്കുമ്പോൾ താൽക്കാലികമാകുമ്പോൾ ഗവർണർക്ക് ഇഷ്ടമുള്ള ആളിനെ വയ്ക്കാം. പക്ഷേ സെർച്ച് കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നിങ്ങൾ സമ്മതിച്ചിരുന്നെങ്കിൽ ആ സെർച്ച് കമ്മിറ്റിയിൽ ഏറ്റവും എന്താ പറയുന്നത്, നല്ല അക്കാഡമീഷ്യൻസ്, നല്ല പ്രൊഫൈലുള്ള അക്കാഡമീഷ്യൻസിൻ്റെ പേര് വന്നിരുന്നെങ്കിൽ, നോക്കൂ, അവിടെ നമുക്ക് തർക്കിക്കാമെന്നേ. ആ തർക്കം ഓരോരുത്തരുടെയും ക്വാളിഫിക്കേഷനെ ബേസ് ചെയ്താകട്ടെന്നേ. അത്തരത്തിൽ ഏറ്റവും നല്ല ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകളെ വൈസ് ചാൻസലർമാരായി കണ്ടെത്തുന്ന കാര്യത്തിൽ ഗവർണറും അഥവാ ചാൻസലറും മറുഭാഗത്ത് സർക്കാരും തമ്മിൽ തർക്കമുണ്ടാകട്ടെ. ആ തർക്കം പൊതുസമൂഹത്തിലേക്ക് വരട്ടെ. അത്തരത്തിൽ ഏറ്റവും നല്ല അക്കാഡമീഷ്യൻസിൻ്റെ ഇത്തരത്തിൽ തലപ്പത്തേക്ക് വരട്ടെ. ആര് എതിർക്കും? അപ്പോൾ അവിടെ അതിന് പകരം നിങ്ങൾ താൽക്കാലിക സ്ഥിരം VC മാരെ നിയമിക്കാൻ സമ്മതിക്കില്ല എന്ന് സർക്കാർ വാശി പിടിക്കുമ്പോൾ ഈ താൽക്കാലിക VC മാർ ഏതെങ്കിലും ഒരാളെ ചുമതല കൊടുത്തുകൊണ്ട് ഗവർണർക്ക് ഈ സർവകലാശാലകളുടെ ഭരണം കൈയാളാൻ കഴിയുന്നു എന്ന സാഹചര്യവും നിങ്ങൾ മറക്കരുത്. അപ്പോൾ ഈ സംസ്ഥാനത്ത് സ്ഥിരം വൈസ് ചാൻസലർമാരില്ലാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുന്നത് സർക്കാർ കൂടിയാണ്. പക്ഷേ ഇത്തരത്തിലൊരു ഒത്തുതീർപ്പുണ്ടാകുമ്പോൾ, ഏറ്റവും അവസാനം ഒത്തുതീർപ്പുണ്ടാകുമ്പോൾ ഇതൊരു രാഷ്ട്രീയമായ ഒത്തുതീർപ്പാണ്. ആ രാഷ്ട്രീയമായ ഒത്തുതീർപ്പ് കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന BJPയും സംസ്ഥാനത്ത് അധികാരത്തിലിരിക്കുന്ന CPM തമ്മിലാണ്. CPM-ആയിട്ടല്ല, മുഖ്യമന്ത്രിയുമായിട്ടാണ്, പിണറായി വിജയനുമായിട്ടാണ്. ഒത്തുതീർപ്പിന്റെ വ്യവസ്ഥകൾ ബോധ്യപ്പെടേണ്ടതുണ്ട്. ഒരു വ്യവസ്ഥ നമുക്ക് മനസ്സിലായി, അത് അനിൽകുമാറിനെ സ്ഥാനത്ത് നിന്ന് മാറ്റുക എന്നുള്ളതായിരുന്നു. അത് മാറ്റി കൊടുത്തിരിക്കുന്നു. രണ്ടാമത്തെ വ്യവസ്ഥ സിസ തോമസ് തുടരണമെന്നുള്ളതായിരുന്നു. അത് മാറ്റിക്കൊടുത്തു. മൂന്നാമത്തെ വ്യവസ്ഥ അഴിമതി ആരോപണം നേരിടുന്ന സജി ഗോപിനാഥിനെ തുടരാൻ അനുവദിക്കണമെന്ന സർക്കാരിൻ്റെ വാദം അംഗീകരിച്ചു കൊടുക്കാമെന്ന ഗവർണറുടെ വാദമായിരുന്നു. അത് അംഗീകരിച്ചു കൊടുത്തു. പക്ഷേ ബാക്കി വ്യവസ്ഥകൾ എന്തെല്ലാം? ഇതിന് ചുക്കാൻ പിടിച്ചത് ആര്? നിങ്ങൾ എവിടെ വെച്ചാണ് ചർച്ച നടത്തിയത്? ഇപ്പോൾ കോംപ്രമൈസ് ആയിരിക്കുന്നു. നിങ്ങളുടെ എല്ലാ ലീഗൽ ഫൈറ്റ്സും നിങ്ങൾ അവസാനിപ്പിച്ചിട്ട് കോംപ്രമൈസിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ഒറ്റ കാര്യം കൂടി, ഇങ്ങനെ നമ്മുടെ ചോദ്യം എന്താ? ഇവിടെ ഈ താൽക്കാലിക VC മാരെ നിയമിക്കാനുള്ള അവകാശം, ആ അവകാശം സർക്കാരിനായിരിക്കെ, സർക്കാർ കൊടുക്കുന്ന പാനലിൽ നിന്ന് നിയമിക്കണമെന്നിരിക്കെ ആ അവകാശം എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന കാര്യത്തിൽ സർക്കാർ പരാജയപ്പെട്ടു എന്നല്ല ഇതിൻ്റെ അർത്ഥം. ശരി, താൽക്കാലിക VC ഈ 2 സർവകലാശാലകൾ നിയമിക്കുന്നതിനുള്ള അവകാശം സർക്കാരിനാണെന്നിരിക്കെ അക്കാര്യത്തിൽ നിങ്ങൾ ലീഗൽ ഫൈറ്റ് നടത്തി പരാജയപ്പെട്ടിട്ട് നിങ്ങൾ അതിൽ പകുതി വിട്ടുകൊടുത്തിരിക്കുന്നു. അവിടെയാണ് കോംപ്രമൈസ് എന്ന് പറയുന്നത്.